ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഓൺ വാട്ട് ബേസിസ് ദ സ്റ്റോൺ ഏജ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 സബ് ഡിവിഷൻ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോൺ ഏജിനെ 3 സബ് ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുന്ന മെത്തേഡിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോൺ ഏജിനെ 3 സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പാലിയോളിത്തിക് ഏജ് ആണ്, പിന്നെ മെസോളിത്തിക് ഏജ്, പിന്നെ വരുന്നത് നിയോളിത്തിക് ഏജ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ് ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3: പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്. ക്വസ്റ്റ്യൻ: why human history is called as the stone age in its first phase? ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ഫേസിനെ സ്റ്റോൺ ഏജ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പൊ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വരുന്ന ഫസ്റ്റ് ഫേസിനെ സ്റ്റോൺ ഏജ് എന്ന് പറയാൻ കാരണം, ആ കാലഘട്ടത്തിൽ ഹ്യൂമൻസ് വന്നിട്ട് വെപ്പൺസും അതുപോലെ ടൂൾസ് ഒക്കെ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: historians describe the first phase of human history as the Stone Age because humans used stones to make tools and weapons during that period. Question: name the places where many remains of the Chalcolithic age is found in India. ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ചാൽക്കോളിത്തിക് ഏജിലുള്ള റിമെയിൻസ് കാണപ്പെടുന്നത്? ഇപ്പൊ ഇന്ത്യയിൽ ചാൽക്കോളിത്തിക് ഏജിലുള്ള റിമെയിൻസ് കാണപ്പെടുന്നത് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ പ്ലേസസ് വേർ റിമെയിൻസ് ഓഫ് ദ ചാൽക്കോളിത്തിക് ഏജ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ ആർ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ: വേർ വാസ് കോപ്പർ ഡിസ്കവർഡ് ഡ്യൂറിംഗ് ദ മെറ്റൽ ഏജ്? മെറ്റൽ ഏജിന്റെ സമയത്ത് എവിടെയാണ് കോപ്പർ ഡിസ്കവർ ചെയ്തത്? അപ്പൊ മെറ്റൽ ഏജിൽ കോപ്പർ ഡിസ്കവർ ചെയ്ത സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ടർക്കി, ഇറാൻ, അതുപോലെ നോർത്തേൺ സിറിയ. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ പ്രസൻസ് ഓഫ് റോ കോപ്പർ വാസ് ഫൗണ്ട് ഇൻ ദി ഏർലി അഗ്രേറിയൻ വില്ലേജസ് ഓഫ് കാറ്റൽ ഹുയൂർ ഇൻ ടർക്കി, കയൂണു, നോർത്ത് സിറിയ, അൽകോസ്, ഇറാൻ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ കോർ ആൻഡ് ഫ്ലേക്സ് ടൂൾ? കോർ ടൂൾസും അതുപോലെ ഫേക്ക് ടൂൾസ് പറഞ്ഞാൽ എന്താണ്? ഒരു പീസ് സ്റ്റോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് 2-3 പീസസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന വലിയ പീസിനെയാണ് നമ്മൾ കോർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതേസമയം ചെറിയ പീസസിന് നമ്മൾ ഫ്ലേക്ക് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർ സ്റ്റോണും കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസിനെയാണ് കോർ ടൂൾസ് എന്നും, ഫ്ലേക്ക് സ്റ്റൂളും കൊണ്ട് ഉണ്ടാക്കിയ ടൂൾസിനെയാണ് ഫ്ലേക്സ് ടൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: when a piece of stone is broken into 2 or more pieces, the largest pieces is called the core and the smaller pieces are called flakes. Tools made of core stones are called core tools and those made of stone flakes are called flakes tools. Question: what is Chalcolithic age? Chalcolithic age പറഞ്ഞാൽ എന്താണ്? കോപ്പർ ഏജിൽ ഹ്യൂമൻസ് വന്നിട്ട് കോപ്പറിന്റെ ഒപ്പം തന്നെ സ്റ്റോൺ ടൂൾസും യൂസ് ചെയ്യുന്നു. അപ്പൊ കോപ്പർ ടൂൾസും സ്റ്റോൺ ടൂളും യൂസ് ചെയ്ത ആ ഒരു കാലഘട്ടത്തിനെയാണ് ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ നോക്കാം. ആൻസർ: ഈവൻ ഡ്യൂറിംഗ് ദ കോപ്പർ ഏജ് ഹ്യൂമൻസ് സ്റ്റിൽ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. ദിസ് പീരീഡ് വെൻ ബോത്ത് കോപ്പർ ആൻഡ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ് ഈസ് കോൾഡ് ദ ചാൽക്കോളിത്തിക് ഏജ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: what were the 2 important changes in the Neolithic age that transformed human life? ഹ്യൂമൻ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത നിയോളിത്തിക് ഏജിലുണ്ടായ 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഹ്യൂമൻ ലൈഫിൽ വന്നിട്ട് നിയോളിത്തിക് ഏജിൽ കുറേ അധികം ചേഞ്ചസ് വന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചേഞ്ചസ് എന്ന് പറയുന്നത് അനിമൽസ് ഡൊമസ്റ്റിക്കേഷൻ ആണ്. അതവർ മൃഗങ്ങളെയൊക്കെ വളർത്താൻ തുടങ്ങി. രണ്ടാമത് വന്നിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Neolithic age is the period of radical change in human life. The major changes include domestication of animals, beginning of agriculture. Question:
Name two examples for Bronze Age civilization. Bronze Age civilizationsന് രണ്ട് എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ രണ്ട് എക്സാമ്പിൾ വന്നിട്ട് ഒന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്, രണ്ടാമത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ. ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. നിയോളിത്തിക് ഏജിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആയിരുന്നു അനിമൽ ഡൊമസ്റ്റിക്കേഷനും അതുപോലെ അഗ്രികൾച്ചറും. ഇവ രണ്ടും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ മെഹർഗാർ പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു റീജിയനെയാണ് ദി ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, മെഹർഗാർ വാസ് എ സൈറ്റ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ, നൗ ഇൻ പാകിസ്ഥാൻ. Important features of Neolithic age like domestication of animals and plants began here. This region is known as the breadbasket of Baluchistan. Question, describe the Aryan civilization. Aryan civilization കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഹാരപ്പ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്തതോടുകൂടി നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുള്ള സപ്തോ സിന്ധു റീജിയനകത്ത് ആര്യൻസ് അറൈവ് ചെയ്തു. ഇവർ ശരിക്കും വന്നിട്ട് സെൻട്രൽ ഏഷ്യയിലുള്ളവരാണ്. അവർ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, ആഫ്റ്റർ ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ, ദി ആര്യൻസ് അറൈവ്ഡ് ഇൻ ദി സപ്ത സിന്ധു റീജിയൻ, ദാറ്റ് ഈസ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ദേ സ്പോക്ക് എ ലാംഗ്വേജ് ഫ്രം ദ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ആൻഡ് were originally from Central Asia. Question, ഡിസ്ക്രൈബ് വേദിക് പീരീഡ്. വേദിക് പീരീഡിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം ആര്യൻസ് വന്നിട്ട് ഇന്ത്യയിൽ അറൈവ് ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് വേദാസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ വേദിക് പീരീഡ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ വേദിക് പീരീഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏർലി വേദിക് പീരീഡും രണ്ടാമത്തെ ലേറ്റർ വേദിക് പീരീഡും എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, ആഫ്റ്റർ ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ, ദ ആര്യൻസ് അറൈവ്ഡ് ഇന്ത്യ. Details on this age we get from Vedas and hence this period is called Vedic age. The Vedic period is divided into two. Early Vedic period when Rig Veda was composed. Later Vedic period when Yajur, Sam and Atharva Vedas were composed. Question, what are the classifications of human history based on the materials used for making tools? ടൂൾസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഇപ്പോൾ ടൂൾസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പറയുന്നത് സ്റ്റോൺ ഏജ് ആണ്. സ്റ്റോൺ ഏജ് നമ്മൾ ഫർദറായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് എന്നിവയായിട്ട്. പിന്നെ വരുന്നത് മെറ്റൽ ഏജ് ആണ്. മെറ്റൽ ഏജിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് ഏജും അയൺ ഏജും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു സ്റ്റേജസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. ദേ ആർ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജ്. മെറ്റൽ ഏജ്. മെറ്റൽ ഏജ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ്. ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പാലിയോളിത്തിക് ഏജ്. പാലിയോളിത്തിക് ഏജിൽ ഉണ്ടായ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പാലിയോളിത്തിക് ഏജിൽ യൂസ് ചെയ്ത ടൂൾസ് എന്നും ആർട്സ് എന്നൊക്കെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലുള്ള ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അവർ വന്നിട്ട് റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കേവ്സിലും ഓപ്പൺ സ്പേസസിലൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. പിന്നെ ഹണ്ടിങ്ങും ആണ് അവരുടെ ലൈവ്ലിഹുഡ് വരുന്നത്. പിന്നെ ഫുഡ് അവർ സ്റ്റോർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ, ഇൻഫർമേഷൻ ഓൺ ദ ഹ്യൂമൻ ലൈഫ് കുഡ് ബി ഗാതേർഡ് ഓൺ ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് ദി പാലിയോളിത്തിക് ഏജ്. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, lived in caves and open spaces. Hunting and gathering were their livelihood. Bands were the basic units of society. Men were engaged in hunting and women in gathering. Food was not stored. Nomadic lifestyle. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത.
ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിംഗ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question. Describe the Mesolithic period. What are the major characteristics of this period? Mesolithic period നെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പീരീഡിൽ വരുന്ന മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ മെസോളിത്തിക് ഏജ് പറയുന്നത് പാലിയോളിത്തിക് ഏജിൽ നിന്നും നിയോളിത്തിക് ഏജിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ട് ഇവർ ചെറിയ ചെറിയ സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ മൈക്രോ ലിറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ലൈവ്ലിഹുഡ് എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഹണ്ടിങ്ങും ഗാദറിങ്ങും ഫിഷിങ്ങും ആയിരുന്നു. അതുപോലെ ഇവർ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The Mesolithic is a stage of transition from the Paleolithic to the Neolithic. The Greek words mesos, that is middle, and the lithos, stone. The characteristics of Mesolithic period are use of microliths or very small stone tools. Livelihood includes hunting, gathering, and fishing. Usage of domesticated animals. Amusement. Division of labor based on gender. Question. Explain the factors that led humans to begin agriculture and domestication of animals. ഹ്യൂമൻസിനെ അഗ്രികൾച്ചറും അതുപോലെ തന്നെ അനിമൽസ് ഡൊമസ്റ്റിക്കേഷനും സ്റ്റാർട്ട് ചെയ്യാൻ ലീഡ് ചെയ്ത ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഹ്യൂമൻസിന് അഗ്രികൾച്ചറും അതുപോലെ തന്നെ അനിമൽ ഡൊമസ്റ്റിക്കേഷനും സ്റ്റാർട്ട് ചെയ്യാൻ ലീഡ് ചെയ്ത ഫാക്ടേഴ്സിൽ ചിലതാണ് പോപ്പുലേഷൻ ഗ്രോത്ത്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ, അതുപോലെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഷോർട്ടേജ്, പിന്നെ ടെക്നോളജിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The factors that led humans to begin agriculture and domestication of animals includes population growth, an increase in the number of human settlements, complex social organization, shortage of food products, change in technology. Question. Describe the term urbanization. Urbanization എന്നാൽ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ബ്രോൺസ് ഏജിലാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഹാരപ്പൻ സിവിലൈസേഷനെയാണ് ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അർബൻ ലൈഫ് പറഞ്ഞാൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും. അതിനകത്തുള്ള മെജോറിറ്റിയും ഏൺ ചെയ്യുന്നത് ക്രാഫ്റ്റിൽ നിന്നും ട്രേഡിൽ നിന്നൊക്കെ ആയിരിക്കും. അതുപോലെ ഈ അർബൻ ലൈഫിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് പബ്ലിക് ബിൽഡിങ്സ്, അതുപോലെ ബിസി ലൈഫ്, എന്റർടൈൻമെന്റ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നുകൂടി നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Urban life began from Bronze Age. Regions became densely populated. The majority earned their livelihood through non-agrarian activities such as craft, trade. Wide streets, public buildings, better facilities, busy life, and entertainment are the hallmarks of such an urban life. Harappa civilization is called the first urbanization in Indian history. Question. Why the Harappan civilization is called the first urbanization in Indian history? എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ബ്രോൺസ് ഏജിലാണ്. ഹാരപ്പ, മൊഹൻജദാരോ, ലോത്താൽ പോലെയുള്ള സിറ്റീസ് വന്നിട്ട് വെൽ പ്ലാൻഡ് ബിൽഡിങ്സ് ആണ് കെട്ടിയിരുന്നത്. അതുപോലെ ഹൗസസും സ്ട്രീറ്റ്സും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ക്രാഫ്റ്റ്, ട്രേഡിൽ നിന്നൊക്കെ നമുക്ക് ക്ലിയർ എവിഡൻസ് കിട്ടുന്നതായിരിക്കും ഇവിടെ നടത്തിയിരുന്ന അർബനൈസേഷനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The Harappan civilization in India is from the Bronze Age. Cities like Harappa, Mohenjo-daro, and Lothal had well-planned buildings, houses, streets, drainage systems, and type of craft and trade are clear evidence of urbanization. Hence, the Harappan civilization is called the first urbanization in Indian history. Question. Describe the Varna system. Varna system കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. വർണ്ണ സിസ്റ്റത്തിൽ ജനങ്ങളിൽ വന്നിട്ട് 4 വർണ്ണാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ
ആദ്യത്തെ പറയുന്നത് ബ്രാഹ്മിൻസ് ആണ്, പിന്നെ വരുന്നത് ക്ഷത്രിയാസ്, പിന്നെ വൈശ്യാസ്, പിന്നെ ശൂദ്രാസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: people were divided into 4 varnas. They are Brahmins, people engaged in religious rituals; Kshatriyas, people who governed and guarded the kingdom; Vaishyas, people engaged in agriculture and trade; Shudras served those who served other 3 sections. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanksഉം name the following type ക്വസ്റ്റ്യൻസുകളാണ്. Question: A smaller groups of fewer than 100 members are called dash. 100 മെമ്പേഴ്സിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത്? ആൻസർ: bands. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The tools made of dash are called core tools. എന്തുകൊണ്ടുണ്ടാക്കിയ ടൂൾസിനെയാണ് കോർ ടൂൾസ് എന്ന് പറയുന്നത്? ആൻസർ: core stones. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The tools made of dash are called flake tools. എന്തുകൊണ്ടുണ്ടാക്കിയ ടൂൾസിനെയാണ് flake tools എന്ന് പറയുന്നത്? ആൻസർ: flakes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രീക്ക് വേർഡ് പാലിയോസ് മീൻസ് ഡാഷ്. ഗ്രീക്ക് വേർഡ് ആയ പാലിയോസിന്റെ അർത്ഥം എന്താണ്? ആൻസർ: ഓൾഡ്. ക്വസ്റ്റ്യൻ: ഗ്രീക്ക് വേർഡ് ലിത്തോസ് മീൻസ് ഡാഷ്. ഗ്രീക്ക് വേർഡ് ആയ ലിത്തോസിന്റെ അർത്ഥം എന്താണ്? ആൻസർ: സ്റ്റോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡാഷ് ഇസ് ദ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം പാലിയോളിത്തിക് ടു നിയോളിത്തിക്. പാലിയോളിത്തിക് ഏജിൽ നിന്നും നിയോളിത്തിക് ഏജിലോട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേജിനെ എന്താണ് വിളിച്ചിരുന്നത്? ആൻസർ: മെസോളിത്തിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രീക്ക് വേർഡ് മെസോസ് മീൻസ് ഡാഷ്. ഗ്രീക്ക് വേർഡ് ആയ മെസോസിന്റെ അർത്ഥം എന്താണ്? ആൻസർ: മിഡിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രീക്ക് വേർഡ് നിയോസ് മീൻസ് ഡാഷ്. ഗ്രീക്ക് വേർഡ് ആയ നിയോസിന്റെ അർത്ഥം എന്താണ്? ആൻസർ: ന്യൂ. ക്വസ്റ്റ്യൻ: ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ ഏരിയ നെയിംഡ് ആസ് ഡാഷ്. ആർക്കിയോളജിസ്റ്റ് പറയുന്ന അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചർ ഏത് ഏരിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ആൻസർ: ഫെർട്ടൈൽ ക്രസന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ. മാൻ യൂസ് ചെയ്ത ഫസ്റ്റ് മെറ്റൽ ഏതാണ്? ആൻസർ: കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ അർബൻ ലൈഫ് ബിഗാൻ ഇൻ ദ ഡാഷ് ഏജ്. അർബൻ ലൈഫ് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ആയത്? ആൻസർ: ബ്രോൺസ് ഏജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദി ഡാഷ് ഏജ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് ഏജിലാണ് ബിലോങ് ചെയ്യുന്നത്? ആൻസർ: ബ്രോൺസ് ഏജ്. ക്വസ്റ്റ്യൻ: മെസോളിത്തിക് സെന്റർ ഫഹീൻ കേവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കൺട്രി ഡാഷ്. ഏത് രാജ്യത്താണ് ഫഹീൻ കേവ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ: ശ്രീലങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് were used in ഡാഷ് ഏജ്. പോളിഷ് ചെയ്യാത്ത സ്റ്റോൺ ടൂൾസ് ഏത് ഏജിലായിരുന്നു യൂസ് ചെയ്തത്? ആൻസർ: പാലിയോളിത്തിക് ഏജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബൈ ദ എൻഡ് ഓഫ് പാലിയോളിത്തിക് പീരീഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ടൂൾസ് മെയ്ഡ് ഓഫ് ഡാഷ് ഇൻ അഡീഷൻ ടു സ്റ്റോൺ ടൂൾസ്. പാലിയോളിത്തിക് പീരീഡിന്റെ എൻഡോടുകൂടി ജനങ്ങൾ വന്നിട്ട് സ്റ്റോൺ ടൂൾസ് കൂടാതെ മറ്റ് ഏത് ടൂൾസ് ആണ് യൂസ് ചെയ്തത്? ആൻസർ: ബോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ കാർവിംഗ്സ് ഓൺ ബോൺ ഈസ് ഫൗണ്ട് ഇൻ ഡാഷ് കേവ്, സ്പെയിൻ. ബോൺസിലുള്ള കാർവിംഗ്സിന് നമുക്ക് സ്പെയിനിലുള്ള ഏത് കേവിലാണ് കാണപ്പെട്ടിരുന്നത്? ആൻസർ: ലാ ഗർമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യ ബിഗൻ ഇൻ ദ ഡാഷ് ഏജ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ബിഗിൻ ചെയ്തത് ഏത് ഏജിലാണെന്ന്? ആൻസർ: മെസോളിത്തിക് ഏജ്. ക്വസ്റ്റ്യൻ: നെയിം വെരി സ്മോൾ ടൂൾസ്. സ്മോൾ ടൂൾസിന് എന്താണ് പറയുക? ആൻസർ: മൈക്രോലിത്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ദ ഓതർ ഓഫ് ബുക്ക് മാൻ മേക്സ് ഹിംസെൽഫ്. മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ആൻസർ: ഗോർഡൻ ചൈൽഡ്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.